ആലുവ ശിവക്ഷേത്രത്തിൽ ദിലീപ് ദർശനം നടത്തി അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കുറ്റവിമുക്തനാക്കിയ ശേഷം ദിലീപ് ക്ഷേത്ര ദർശനം നടത്തിയിരിക്കുകയാണ്. ഇന്ന് ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്ന വേളയിൽ അദ്ദേഹം ക്ഷേത്ര ദർശനം നടത്തിയിരിക്കുന്നു. അതിൽ എന്താണ് കോടതി പറയാൻ പോകുന്നത്? കോടതിയുടെ വിധിന്യായം വിശദമായി തന്നെ നമുക്ക് അറിയേണ്ടതുണ്ട്. അത് ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നതോടെ തന്നെ അതും പുറത്തു വരും. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ദിലീപ് ഉൾപ്പെടെ കുറ്റവിമുക്തരാക്കപ്പെട്ടത് എന്നതുകൂടി അറിയേണ്ടതുണ്ട്. പ്രോസിക്യൂഷൻ ഇപ്പോൾ പറയുന്നത് കൂട്ടബലാത്സംഗ കുറ്റം തെളിഞ്ഞിട്ടുണ്ട്, അതിൽ പരമാവധി ശിക്ഷ നൽകണം എന്നതാണ്. ജീവപര്യന്തം നൽകണം എന്നുള്ള ആവശ്യം പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കോടതിയിൽ ചില പ്രതികൾ, അതായത് പ്രദീപ് മാർട്ടിനും പൊട്ടിക്കരയുന്നു. വീട്ടിൽ മറ്റാരും അത്താണിയില്ല എന്ന് പറയുകയാണ്. അങ്ങനെ പ്രതികൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ പ്രോസിക്യൂഷൻ വാദം ആരംഭിച്ചിട്ടുണ്ട്. വിപിൻ സി വിജയൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി. വിപിൻ, പരമാവധി ശിക്ഷ നൽകണമെന്ന് പറയുന്നു. കൂട്ടബലാത്സംഗ കുറ്റം തെളിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ജീവപര്യന്തം ശിക്ഷ എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചത്. അനുജ, ഇവർക്ക് ചുമത്തിയതിൽ ഏറ്റവും വലിയ കുറ്റം കൂട്ടബലാത്സംഗമാണ്. ഏറ്റവും വലിയ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റം കൂട്ടബലാത്സംഗമാണ്. അതിൽ 20 വർഷമാണ് ശിക്ഷ. ആ കൂട്ടബലാത്സംഗം തെളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 20 വർഷത്തെ തടവ് അല്ലെങ്കിൽ ജീവപര്യന്തം, അതായത് മരണം വരെ ജയിലിലിടുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വേണം എന്നുള്ളതാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഏറ്റവും വലിയ ശിക്ഷ തന്നെ നൽകണം എന്നുള്ളത് പറഞ്ഞിരിക്കുന്നു. 376D, അതായത് 20 വർഷത്തിൽ കുറയാത്ത ശിക്ഷ ലഭിക്കാവുന്ന കൂട്ടബലാത്സംഗം ഈ കേസിൽ തെളിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള പരിഗണനയും ഇല്ലാതെ തന്നെ കഠിനമായിട്ടുള്ള ഒരു ശിക്ഷ ഇക്കാര്യത്തിൽ വേണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ വാദിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തത് ഒന്നാം പ്രതി എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. അതിൽ എന്നാൽ ഗൂഢാലോചന തെളിഞ്ഞതോടെ മറ്റു പ്രതികളുടെയും ബന്ധം വ്യക്തമാണ് എന്നുള്ളതുമാണ് ഇപ്പോൾ കോടതിയുടെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിരീക്ഷണം വരികയുള്ളത്. ആദ്യം പ്രതികളുടെ വാദം കേൾക്കുന്നു, അതിനുശേഷം പ്രോസിക്യൂഷന് പറയാനുള്ളതും കേട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഇത് കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ കേസിൽ, അതായത് ഈ നടിയുടെ മൊഴി പ്രകാരം തന്നെ ഒന്നാം പ്രതിയാണ് ഈ ബലാത്സംഗം ചെയ്യുന്നത്. പക്ഷേ അതിന് ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന മറ്റ് 5 പേരും അതിന് ഗൂഢാലോചന നടത്തി. ഒപ്പം തന്നെ ഈ തെളിവിന്റെ ഒപ്പം തന്നെ അത് നശിപ്പിക്കുന്നതിനും ഒപ്പം ഈ വീഡിയോ എടുക്കുന്നതിനും എല്ലാം തന്നെ സഹായിച്ചു. അതുകൊണ്ട് തന്നെ ആ തെറ്റ് ചെയ്യുന്നതിന് സമാനമാണ് അത്തരത്തിലുള്ള സഹായിക്കലും എന്നുള്ളത് കണ്ടുകൊണ്ടാണ് എല്ലാവർക്കും ഈ കൂട്ടബലാത്സംഗവും ഗൂഢാലോചനയും ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. അതിലിപ്പോൾ കോടതിയുടെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ വരികയാണ്. യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തത് ഒന്നാം പ്രതി പൾസർ സുനിയാണ് എന്നുള്ളത് കോടതി പറയുന്നു. എന്നാൽ ഈ ഗൂഢാലോചന, ഈ 6 പേർ ചേർന്നിട്ടുള്ള ഒരു ഗൂഢാലോചന ഇതിൽ വ്യക്തമായിരിക്കുന്നു എന്നുള്ളതുമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ഏറ്റവും എടുത്തു പറയേണ്ടത് ജോയിന്റിൽ പ്രിൻസിപ്പൽ ഒന്നാം പ്രതിയാണ് മറ്റ് പ്രതികളെ കേസിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളത് കോടതിയുടെ ഒരു നിരീക്ഷണം ഉണ്ടായിരിക്കുന്നു. അതായത് ഈ ഗൂഢാലോചനയിൽ ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനി ഇത്തരത്തിലുള്ള ഒരു ക്രൈം പ്ലാൻ ചെയ്യുന്നു. ആ ക്രൈമിലേക്ക് മറ്റുള്ളവരെ എല്ലാം തന്നെ ചേർത്ത് വയ്ക്കുന്നു. അതിന് സഹായകരമാവുന്ന മറ്റാളുകളെ, തനിക്ക് വേണ്ട ആളുകളെയൊക്കെ തന്നെ കൂട്ടുകൂട്ടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പ്രധാനമായും പൾസർ സുനി ഇത് പ്ലാൻ ചെയ്യുന്നു. അതിൽ മറ്റുള്ള ആളുകളെ, മറ്റ് 5 പ്രതികളെയും ചേർത്തുകൊണ്ട് ഇത് ക്രൈം നടപ്പാക്കുന്നു. അങ്ങനെ ഒരു വലിയ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കോടതി തന്നെ പ്രോസിക്യൂഷന് പറയാനുള്ള കാര്യങ്ങൾ. അവരുടെ വാദം അവസാനിച്ചോ? യെസ്, പ്രതിഭാഗത്തിന്റെ വാദം അവസാനിച്ചിരിക്കുന്നു. പ്രോസിക്യൂഷൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഗൂഢാലോചന തെളിഞ്ഞു എന്നുള്ളതാണ്. പ്രോസിക്യൂഷനായിട്ടുള്ള അജകുമാർ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും എല്ലാ പ്രതികൾക്കും ഇതിൽ തുല്യ പങ്കാളിത്തമുണ്ട് എന്നുള്ളതും പ്രോസിക്യൂഷൻ ഇപ്പോൾ വാദിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പ്രോസിക്യൂഷന്റെ വാദമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഈ കോടതി നിരീക്ഷണം വന്നിരിക്കുന്നത്. ആദ്യം പ്രതിഭാഗത്തിന് പറയാനുള്ളത് കേട്ടു, ഈ 6 പ്രതികൾക്കും പറയാനുള്ളത് കേട്ടു. അവർ അവരുടെ ജീവിത സാഹചര്യങ്ങൾ പല രീതിയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ കുട്ടികൾ മാത്രമേ ഉള്ളൂ, താനാണ് അത്താണി, അമ്മ ഒറ്റയ്ക്കാണ് തുടങ്ങി അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ 6 പ്രതികളും പറഞ്ഞിരിക്കുന്നു. ഇത് കേട്ടതിന് ശേഷമാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ പരമാവധി ശിക്ഷ ഈ കേസിൽ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന് തൊട്ടുപിറകെ ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒന്നാം പ്രതി ഈ ഒരു ബലാത്സംഗം ചെയ്യുന്നു, അതിന് മറ്റ് 5 പേരും സഹായമായി പ്രവർത്തിക്കുന്നു, 6 പേർ കൂടി ചേർന്ന് ഒരു ഗൂഢാലോചന ഇതിൽ നടത്തി ഈ നടിയെ ഇത്തരത്തിൽ ആക്രമിക്കുന്നതിന് പദ്ധതിയിടുകയും അത് ആ ഫെബ്രുവരി 17-ാം തീയതി 2017 അത് നടപ്പാക്കുകയും ചെയ്തു എന്നുള്ളത് കോടതിക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇനി ശിക്ഷാവിധി എന്തായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷയായിട്ട് നിൽക്കുന്ന ഒരു കാര്യമുള്ളത്. ഇപ്പോഴും ഈ പ്രോസിക്യൂഷന്റെ വാദം അത് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.